ഹലോ ഫ്രണ്ട്സ്, എല്ലാം മച്ചമാർക്കും നമ്മുടെ ടെക് ട്രിക്കേഴ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സോ നമ്മൾ ബേസിക്കലി ഇന്നത്തെ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ ക്യാമറ ആപ്സ് ആണ്. സോ നമ്മളെല്ലാവരും ഫോട്ടോഗ്രാഫി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. സോ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു DSLR വാങ്ങാനോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ക്യാമറാസ് ഒന്നും വാങ്ങാനോ ക്യാഷ് ബഡ്ജറ്റ് ഉണ്ടായിരിക്കുക. സോ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങും. സോ അത്യാവശ്യം നല്ല മൊബൈൽ ഫോൺസ് ഇപ്പോൾ നമുക്ക് ഒരു 50,000 ബിലോ ക്യാമറ ഫോൺസ് ആയിട്ട് തന്നെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഫോട്ടോസും അതുപോലെ നല്ല എഡിറ്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഹയർ എൻഡ് ഫോൺസ് വേണം. സോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലോ ഫോൺസ് ആയാലും എഡിറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് നല്ല ആപ്സാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് നിങ്ങളൊരു നോർമൽ ഫോട്ടോനെ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോസ് ആക്കി മാറ്റാം. സോ മൊബൈൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. സോ അതിനുള്ള ആപ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെയാണ്. ഗൂഗിൾ LLCൻ്റെ സ്നാപ്ഷീറ്റ് എന്ന ആപ്പാണ്. സോ ഇത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ കാരണം നമ്മുടെ ഗൂഗിളിനാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഗൂഗിളാണ്. അപ്പോൾ നമുക്ക് ഗൂഗിളിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഇത്. സോ ബാക്കിയുള്ളതിന് ട്രസ്റ്റ് ഇല്ല എന്നല്ല, ഇത് കുറച്ചും കൂടി ട്രസ്റ്റാണ് നമുക്ക്. അപ്പോൾ നമുക്കിത് നമ്മൾ ഏറ്റവും ലോ സൈസിന് ഫയൽ സൈസ് ഏറ്റവും ലോ ഒന്ന് ഹൈയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഏകദേശം 45 MB ആണ്. സോ അത്യാവശ്യം നല്ലൊരു ആപ്പ് തന്നെയാണ്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നോക്കി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത ആപ്പാണ് നമ്മുടെ ലൂമി ഫോട്ടോ എഡിറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇൻഷോട്ടിൻ്റെയാണ്. സോ അത്യാവശ്യം നല്ലത് തന്നെയാണ്. ഇതിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് അഡീഷണലായി വരുന്നുണ്ട്. കുറച്ചും കൂടി സിമ്പിളാക്കിയിട്ട് കുറച്ചും കൂടി നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് കളർ ബ്ലെൻഡ്, അതുപോലെ നമുക്ക് ഫോട്ടോ ഫ്രെയിംസ്, കോളാഷ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കുറച്ചും കൂടി ആയി വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം, അതുപോലെ റൈറ്റിങ്സ് എഴുതാം, അതുപോലെ തന്നെ കുറേ ഡിസൈൻസിലാക്കി മാറ്റാം. നമ്മളെടുത്തൊരു ഫോട്ടോ ഒരുപാട് ഡിസൈൻസിലാക്കാനും കർവ് ചെയ്യാനൊക്കെ ഈ ഒരു ആപ്പ് ഉപയോഗപ്പെടും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ അടുത്ത ആപ്പ് നമ്മുടെ ഫോട്ടോ പിപ്പ് എന്ന ആപ്പാണ്. സോ ഇതും നമുക്ക് പ്ലേ സ്റ്റോറിലുള്ളത് തന്നെയാണ്, നമ്മൾ വേറെ ഇവിടെ നോക്കുന്നതല്ല. സോ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ 2-in-1 ഫോട്ടോസ്, അതുപോലെ നിങ്ങൾക്ക് ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഫോട്ടോസ്, അതുപോലെ കോളേജസ്, സ്ക്രാപ്സ്, അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ക്രോപ്പിങ്ങും ബ്ലറിങ്ങും എഡിറ്റിങ്ങും ഒന്നല്ല ഇതിൽ വരുന്നത്. ഇതിൽ പ്യുവർ എഡിറ്റിംഗ് എന്ന് മാത്രം, ബ്ലെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോളേജസ് ഉണ്ടാക്കാനും പറ്റിയതാണ്. സോ ഇതിൻ്റെ ലിങ്കും നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ അടുത്ത് ഇരിക്കുന്നത് നമ്മുടെ ഇൻഷോട്ടിൻ്റെ തന്നെ വേറൊരു ഫോട്ടോ എഡിറ്ററാണ്. അത് ഫോട്ടോ എഡിറ്റർ പ്രോ എന്നൊരു ആപ്പാണ്. സോ ഇത് നമ്മൾ 4th എഴുതിയിട്ടുണ്ട്. ഇനിയും 2 കൂടി വരാനുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ കാര്യത്തിലേക്ക് വേണമെങ്കിൽ ഇത് ഏകദേശം 70 MB ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. സോ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് എഫക്ട്സ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടതിലൊക്കെ എഫക്ട്സ് കുറച്ച് കമ്മിയാണ്, പക്ഷേ ഇതിൽ 1000+ എഫക്ട്സ് ഇവർ തന്നെ തരുന്നുണ്ട്. ലിങ്ക് ബിലോ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ അടുത്ത ആപ്പ് നമ്മളെ മാക്രോൺ എന്ന ഒരു ആപ്പാണ്. സോ ഇത് അത്ര ഫേമസ് അല്ലെങ്കിൽ കൂടി ഇത് കുറച്ച് പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടതൊക്കെ ചിലത് നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്കാനിങ് എന്ന ഫീച്ചറില്ല. അതായത് ഈ ഒരു ആപ്പ് തന്നെ ഈ ഒരു ഫോട്ടോ സ്കാൻ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് തരും. അതായത് നമ്മൾ വേറെയും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് വേറെ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇത് തന്നെ തരുന്നുണ്ട്. സോ ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനും ബ്ലർ ചെയ്യാനൊക്കെ പറ്റും. സോ ഇതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നത് ഏകദേശം 70 MB വരുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോയിൽ ഏറ്റവും അവസാനമായി വരുന്ന ആപ്പാണ് നമ്മുടെ സ്വന്തം പിക്സാർട്ട്. സോ ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്, ഒരുപാട് പേരിൽ നമ്മൾ കാണുന്ന ഒരു ആപ്പാണ്. സോ ഇതിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഫീച്ചർ അവൈലബിൾ ആണ്, അതായത് ഓട്ടോ ബോക്സിംഗ് എന്നൊരു ഫീച്ചർ. സോ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ല ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളതും ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത് ഇത് തന്നെയാണ്. ഏകദേശം 102 MP ഈ ഒരു ആപ്പിൻ്റെ സൈസ് വരുന്നത്. സോ പിക്സാർട്ട് എല്ലാവരും ട്രൈ ചെയ്തു. അപ്പോൾ മച്ചന്മാരെ, അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏകദേശം ഒരു 6 ആപ്പുകൾ പരിചയപ്പെട്ടു. സോ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണോ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നുമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് സെലക്ട് ചെയ്യുക. എന്നാലേ നമ്മളിരുന്ന ഇങ്ങനത്തെ കിടക്കാച്ച ആപ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് വരൂ. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ അച്ചു സൈനിങ് ഓഫ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഈ ആപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെങ്കിൽ ഈ ആപ്പുകളൊക്കെ തീർച്ചയായിട്ടും യൂസ് ചെയ്യാവും. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ അച്ചു സൈനിങ് ഓഫ്.